പ്രിയപ്പെട്ട കുട്ടികൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടത്? സോഡിയം ക്ലോറൈഡിൻ്റെ അയോണിക സംയുക്തം ഉണ്ടാകുന്ന വിധം അല്ലേ? സോഡിയവും ക്ലോറിനും കൂടിച്ചേർന്ന്, അതായത് സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, ക്ലോറിൻ ഒന്ന് സ്വീകരിച്ചു. അപ്പോൾ സോഡിയം പോസിറ്റീവ് അയോണായി, ക്ലോറിൻ നെഗറ്റീവ് അയോണായി. അതല്ലേ നമ്മൾ കണ്ട്. ഇനി നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ MgO എങ്ങനെയാണെന്ന് നോക്കാം. അതായത് മഗ്നീഷ്യം എന്ന് പറയുന്ന അതിന് എത്ര ഇലക്ട്രോൺ ആണ്? അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12. ഓക്സിജനോ? ഓക്സിജന് 8 അല്ലേ? 12 എന്ന് പറയുമ്പോൾ 2, പിന്നെ 8, 2. ഇവിടെയോ 2, 6. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഓക്സിജൻ എന്താവും? സ്ഥിരത കൈവരിക്കും. അപ്പം നമുക്ക് ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നോക്കാം. Mg എന്ന് വെച്ചിട്ട് എത്ര എണ്ണം വരുന്നുണ്ട്? അവസാനം 2 ഇലക്ട്രോൺ വരുന്നുണ്ട് അല്ലേ? ഈ 2 ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്ക്? ഓക്സിജന് കൊടുക്കുകയാണ്. ഓക്സിജൻ്റെ അവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ 6 ഇലക്ട്രോൺ വരുന്നുണ്ട് അല്ലേ? 6 ഇലക്ട്രോൺ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് എന്താണ് ഉണ്ടാവുന്നത്? MgO ഉണ്ടാവുമ്പോൾ ഇവിടെ നിന്ന് 2 എണ്ണം അങ്ങോട്ട് കൊടുക്കും. അതായത് ഇവിടെ Mg2+ അല്ലെങ്കിൽ +2 എന്ന് പറയാം. 2 എണ്ണം കൊടുത്തു. ഓക്സിജനോ 2 എണ്ണം ലഭിച്ചു. O2- എന്നുള്ള രൂപത്തിൽ ആവുന്നു. ഇനി നമുക്ക് വേറൊന്ന് നോക്കിയാലോ. Na2O. സോഡിയം, 2 സോഡിയവും 1 ഓക്സിജനും കൂടി ചേരുന്നു. അപ്പോൾ എന്തായിരിക്കും വരിക? Na. ഇവിടെ എന്താണ്? 1 ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലിലുള്ളത്. അങ്ങനെ 2 സോഡിയവുമാണ് ഓക്സിജന് കൊടുക്കുന്നത്. ഇവിടെ ഓക്സിജൻ കൂടിച്ചേരാൻ വേണ്ടി ഓക്സിജൻ വരുന്നു. ഓക്സിജൻ എത്ര എണ്ണം കിട്ടണം? 2 എണ്ണം കിട്ടണം അല്ലേ? ബാഹ്യതമ ഷെല്ലിൽ എത്രയാണ് ഉള്ളത്? 6. 2, 4, 6 ആണ് ഉള്ളത്. ഇനി അതേപോലെ 1 സോഡിയവും കൂടെ കൂടിച്ചേരുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് കൊടുത്ത് ഓക്സിജൻ എന്തായിരിക്കും? 8 മാറും. ഓരോ സോഡിയം ഓരോ ഇലക്ട്രോണിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ Na+ ഉണ്ടാവും. ഇവിടെ ഈ Na+ ആണ്. ഓക്സിജന് 2- ലഭിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ Na എന്നുള്ളതിന് +1 എന്നിട്ടാൽ മതി. കാരണം 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് അത് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത്, കൂട്ടുന്ന സമയത്ത് +2 ആയിട്ട് മാറും. ഓക്സിജന് -2 ആയിട്ട് മാറും. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. Na+O. 8 എണ്ണം കിട്ടി. 2- Na+. പ്ലസ് എന്നിട്ടാൽ +1 എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇതുപോലെ നമുക്ക് സോഡിയം ഫ്ലൂറൈഡ്, മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഇങ്ങനെയൊക്കെ എഴുതാം. അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോഡിയത്തിൻ്റെയും ഫ്ലൂറിൻ്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ, പരിശ്രമിച്ചു നോക്കൂ. അടുത്തത് നമുക്ക് സഹസംയോജക ബന്ധനമാണ്. എന്താണ് സഹസംയോജക ബന്ധനം? ഇലക്ട്രോൺ പങ്കുവയ്ക്കുന്നത് മൂലം ഉണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം അഥവാ കോവാലന്റ് ബോണ്ട്. ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ ഇവയെല്ലാം ദ്വയ അറ്റോമികമാണ് അല്ലെ? 2 ഫ്ലൂറിൻ കൂടി ചേരുമ്പോഴാണ് F2. അങ്ങനെ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഓക്സിജൻ O2 എന്ന് പറഞ്ഞിട്ടാണ് കാണുക. ക്ലോറിൻ Cl2. F2 Cl2 O2
എന്ന് പറയുന്നതെല്ലാം ദ്വയ അറ്റോമികമാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുകയല്ല ചെയ്യുക, എന്താണ് ചെയ്യുക? പങ്കുവെക്കുകയാണ് ചെയ്യുക. ഒരു ഉദാഹരണം നോക്കാം. ഫ്ലൂറിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 9 അവസാനം എത്രയാണ് വരിക? 2,7 അല്ലേ? അപ്പോൾ ഇവിടെ അതിന് ഒരു ഇലക്ട്രോൺ വേണം. ആ ഒരു ഇലക്ട്രോൺ രണ്ട് കൂട്ടരും, അതായത് ഫ്ലൂറിൻ്റെ 2 ആറ്റങ്ങളും പരസ്പരം പങ്കുവെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ചിത്രം നമുക്ക് നോക്കിയാലോ? ഫ്ലൂറിൻ്റെ ചിത്രം വരയ്ക്കാം. ഫ്ലൂറിൻ അവസാനം 7, ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. അടുത്തൊരു ഫ്ലൂറിൻ, അപ്പോൾ ഇത് കൂടിച്ചേരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാകും? എഫ് എഫ് കണ്ടോ? ഇവിടെ ഈ 2 ഇലക്ട്രോൺ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ദ്വയ അറ്റോമികമാണ്. ഒരു ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുന്നത്. അതായത് എഫ് സിംഗിൾ ബോണ്ട് എഫ്, ഏകബന്ധനം എന്ന് പറയാം. ഒരു ജോഡി ഇലക്ട്രോണുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഏകബന്ധനം വഴി പങ്കുവെക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ വേറെ ചില മൂലകങ്ങൾ, ഓക്സിജൻ, നൈട്രജൻ, അവയെല്ലാം ദ്വയ അറ്റോമികവും ത്രയ അറ്റോമികവുമാണ്. അതായത് 2 ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുന്നത്. ചിലതിൽ 3 ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുന്നത്. ഒന്ന് ഓക്സിജൻ്റെ കാര്യം ഒന്ന് നോക്കാം. ഓക്സിജന് അവസാന ഭാഗത്ത് 2 ഇലക്ട്രോൺ വരെ. എത്രയാണ് അറ്റോമിക നമ്പർ? 8. അപ്പോൾ 2, 6. ഇവിടെ ഈ 2 ഉണ്ട്. അടുത്ത ഓക്സിജനും എന്താണ്? ഈ 2 ഉണ്ട്. അപ്പോൾ ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നു. ഇവിടെ 2 ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുന്നത്. ഓക്സിജൻ അപ്പോൾ 8 അപ്പോൾ ഓക്സിജൻ എഴുതുന്ന സമയത്ത് O ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറ്. ഇതുപോലെ നൈട്രജൻ്റെയും നമുക്ക് വരയ്ക്കാം. അതൊന്ന് നിങ്ങൾ വരച്ചു നോക്കൂ. ഇവിടെ 3 ആയിരിക്കും. കാരണം നൈട്രജൻ എത്രയാണ് വരുന്നത്? നൈട്രജൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 7. നൈട്രജൻ 7. അപ്പം 2,5 വരും. ആ 5ൽ 3 പെയറാവും, അല്ലെങ്കിൽ ജോഡികളാവും. അപ്പോൾ വരുന്ന N ട്രിപ്പിൾ ബോണ്ട് N എന്ന രൂപത്തിലാണ് വരുന്നത്. Chemical bonding. Almost everything we see or touch in our daily life is the result of a chemical bond. The air we breathe, the food we eat, the clothes we wear, and so on, are all made up of one or more chemical bonds. The world is generally not composed of isolated atoms. Rather, it is composed of molecules formed as a result of chemical bonds. The strong force that holds together the constituent particles, atoms, ions, or molecules in a chemical species is known as chemical bond. The chemical bonds are broadly classified as ionic bond,
and covalent bond. Let us discuss these chemical bonds in detail in this module. The bonding which results due to the complete transfer of valence electrons between atoms is called ionic bonding. It is a type of chemical bond that generates two oppositely charged ions. Ionic bonding is observed because metals have few electrons in its outermost orbital. By losing those electrons, these metals can achieve noble gas configuration and satisfy the octet rule. Similarly, non-metals that have close to 8 electrons in its valence shell tend to readily accept electrons to achieve its noble gas configuration. In ionic bonding, more than one electron can be donated or received to satisfy the octet rule. Sodium metal has electronic configuration as 2, 8 and 1. It has one electron more than a stable noble gas structure. If it gives away that electron, it would become more stable. On the other side, chlorine has electronic configuration as 2, 8 and 7. It has one electron short of a stable noble gas structure. If it could gain an electron, it too would become more stable. Thus, the sodium atom donates its valence electron to achieve stable octet configuration. This creates a positively charged cation due to the loss of electron. The chlorine atom receives one electron to achieve its stable octet configuration. This creates a negatively charged anion due to the addition of one electron. The sodium ions and chloride ions are held together by the strong electronic attractions between the positive and negative charges. Covalent bonding. A covalent chemical bond results from the sharing of electrons between two atoms with similar electronegativities. The electronic configuration of chlorine atom is one electron short of the argon configuration. The formation of the chlorine molecule can be understood in terms of the sharing of a pair of electrons between the two chlorine atoms, each chlorine atom contributing one electron to the shared pair. In the process, both chlorine atoms attain the outer shell octet of the nearest noble gas, that is argon. The dots represent electrons. Such structures are referred to as Lewis dot structures. Thus, the chlorine atoms are joined by a single covalent bond. A single covalent bond is formed when one pair of electrons are shared between two atoms. It is depicted by a single line between the two atoms. A double bond is formed when two atoms share two pairs of electrons with each other. It is depicted by two horizontal lines between two atoms in a molecule. This type of bond is much stronger than a single bond, but less stable. This is due to its greater amount of reactivity compared to a single bond. For example, in the carbon dioxide molecule, we have two double bonds between the carbon and oxygen atoms. When three pairs of electrons are shared between two atoms in a molecule, a triple bond is formed. It is the least stable out of the three general types of covalent bonds. The two carbon atoms in the ethyne molecule are joined by a triple bond.